ഒഡീഷയിൽ വെച്ച് മർദ്ദനമേറ്റ OCD സഭയിലെ 2 വൈദികരിൽ ഒരാൾ ഇപ്പോൾ എൻ്റെ അടുപ്പം വീണ് ചേരുകയാണ്. ഫാദർ സിൽവിൻ കളത്തിലച്ഛനാണ്. അച്ഛനാണ് അവിടുത്തെ സുപ്പീരിയർ. അച്ഛനായിരുന്നു ആദ്യം ഈ ഒരു സംഭവം കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതും. കൂടുതൽ ഒരുപാട് പരുക്കുകൾ അച്ഛന് ഏൽക്കുകയൊക്കെ ഉണ്ടായി. ഇപ്പോൾ തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ വന്ന് കുറേ നേരം അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തു. കാരണം അച്ഛന് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ദിവസം 2 നേരം വെച്ച് നടത്തുന്നുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടിലാണ് അച്ഛൻ. എന്തായാലും നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട് ഹെൽത്തിൻ്റെ കാര്യം? ഹെൽത്ത് ഇപ്പോൾ ഒരു 65% ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. എൻ്റെ പുറകുവശമാണ് മുഴുവനായിട്ടും ഇങ്ങനെ അടിച്ച് ചതച്ച് വെച്ചിരിക്കുകയാണ് ശരീരം. രക്തോട്ടമില്ലായിരുന്നു, 3 ദിവസത്തോളം രക്തോട്ടമില്ലായിരുന്നു. 23-ാം തീയതി അതിരാവിലെ 1:30 മുതൽ 4 മണി വരെയാണ് ആ പീഡനം ഏറ്റത്. അങ്ങനെ അടിച്ച് ചതക്കപ്പെട്ടത് കൊണ്ട് തന്നെ എനിക്ക് ഒരു ഫീലിംഗ് ഇല്ലായിരുന്നു. ശരീരം മൊത്തം ഒരു മരവിപ്പായിരുന്നു. 25-ാം തീയതി എന്നോട് പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരണം, ഇവിടെ ചികിത്സ നേടണമെന്ന് പറഞ്ഞപ്പോൾ ഫ്ലൈറ്റിൽ വീൽ ചെയറിലിരുന്നാണ് വരുന്നത്. വീൽ ചെയറിൽ ഇരുന്നപ്പോഴും എനിക്ക് ആ ഒരു വേദന അറിയാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ വന്ന് ഫിസിയോതെറാപ്പി തുടങ്ങി. ഇന്നലെ രാവിലെ മുതലാണ് ഈ സെൻസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് ഈ പുകച്ചിലും ഇരച്ചിലും ഈ വളരെയധികം വേദന, അതിരാവിലെ തന്നെ വേദന വരും. അങ്ങനെ വേദന വന്ന് അപ്പോൾ വിൻസെൻ്റ് ഡോക്ടറാണ് എന്നെ ചികിത്സിക്കുന്നത്. ഡോക്ടർ പറഞ്ഞ് ഇപ്പോഴാണ് രക്തോട്ടത്തിൻ്റെയൊക്കെ വന്ന് തുടങ്ങിയത്, കറുത്ത പാടുകളൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇനി ഒരാഴ്ചയും കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണാധികം ശക്തിയോടെ വരുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓക്കെയാണ്. ഒരാഴ്ചയും കൂടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരമാവധി എന്താ വെച്ചാൽ പൂർവാധികം ശക്തിയോടുകൂടെ വീണ്ടും മിഷൻ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ശരിക്കും ഈ ബാക്കാണ് മൊത്തം ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. പിന്നെ കൈ അരക്ക് കീഴേക്ക് മുട്ടിന് മുകളിലായിട്ടാണ് അവർ അടിച്ച് പരിക്കേൽപ്പിച്ചത്. കാരണം കമത്തി കിടത്തിയിട്ട് അവർ വായയും കെട്ടി കൈ പുറയിലേക്ക് കെട്ടി കാലും കെട്ടിയിട്ടിട്ട് ഈ അച്ഛൻ്റെയും എൻ്റെ കൂടെയുള്ള ലീനസ് അച്ഛൻ്റെയും കൂടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയുടെ മുൻപിലിട്ടിട്ടാണ് താഴെ കമത്തി ഇട്ടിട്ട് വടി കൊണ്ട് നല്ല 2 കൈ കൊണ്ട് ചേർത്ത് പിടിക്കുന്ന സൈസിലുള്ള വടി എടുത്തിട്ടാണ് അടിച്ച് ചതച്ചത്. ഓരോ അടി കഴിയുമ്പോഴും വായിൽ നിന്ന് കെട്ടഴിച്ചിട്ട് ചോദിക്കും, ക്യാഷ് എവിടെ വെച്ചിരിക്കുന്നത്, പൈസ എവിടെ വെച്ചിരിക്കുന്നത്, കാണിച്ചു തരിക, പറഞ്ഞു തരിക, ഇല്ലെങ്കിൽ അടിക്കും, അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു കൊല്ലും. ഇതായിരുന്നു അവർ ആവർത്തിച്ചു. ശരിക്കും അന്ന് രാത്രി അച്ഛനാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയതെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു അതിനുണ്ടായ സാഹചര്യം വന്നത്? ഈ സാധാരണ ഞങ്ങൾ കിടക്കുന്നതിന് മുൻപ് പട്ടികളെ അഴിച്ചുവിടും, അതിന് ശേഷമാണ് കിടക്കാൻ പോകുന്നത്. ആ ദിവസം 1:15 ആയപ്പോഴേക്കും ഈ പട്ടികൾ കിടന്ന് കുരക്കാൻ തുടങ്ങി. 11:30 ആയപ്പോഴാണ് ഞാൻ പട്ടികളെ അഴിച്ചുവിട്ടത്. അതിനുശേഷം കിടക്കാൻ പോയി. 1:15 ആയപ്പോൾ പട്ടി കുരക്കുന്നത് കണ്ടിട്ട് ഞാൻ വാതിൽ തുറന്നു. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പട്ടികൾ ശാന്തം ബാക്കിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങുന്നതിന് മുൻപ് ലൈറ്റ് ഓൺ ചെയ്യും, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. അന്ന് ആരെയും കണ്ടില്ല പുറത്ത്. പക്ഷേ ഇവർ 2 പേര് കാറിൻ്റെ പുറകിലായിട്ട് ഒരു പരപ്പേടുണ്ട്, അതിൻ്റെ പുറകിലായിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. അതും നോക്കിയാണ് പട്ടി കുരച്ചിരുന്നത്. പക്ഷേ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ പട്ടി പുറകോട്ട് പോയായിരുന്നു. എന്തോ ആ ഒരു പട്ടീനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് തോന്നിയില്ല എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഗ്രില്ല് തുറന്ന് പിന്നെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഞങ്ങളങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു, ഗ്രില്ല് വെച്ചുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യം ഗ്രില്ല് തുറന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ചെന്ന് പട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ പട്ടി പുറകോട്ട് പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവർ 2 പേര് പുറകിൽ നിന്ന് കഴുത്തെ പിടിച്ചു. പിന്നെ മുഖത്ത് ഇടിയായിരുന്നു. ഇവിടെ ഇടിച്ചു, പിന്നെ വലതുവശത്ത് നല്ലൊരു ഇടിച്ചു, മരവിപ്പായി. പിന്നെ ഒരാളുടെ കയ്യിൽ നല്ല ഒരു കമ്പിപ്പാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു അടി അടിച്ചപ്പോൾ ഞാൻ തടഞ്ഞു. ഇവിടെയും തടഞ്ഞു, ഇപ്പുറത്ത് തടയാൻ പറ്റിയില്ല. ഷോൾഡറിൽ നല്ലൊരു അടിയായതുകൊണ്ട് ബാലൻസ് തെറ്റി അവർ കുഞ്ചിക്ക് പിടിച്ച് താഴേക്ക് ഉന്തിയിടുകയായിരുന്നു. ഉന്തിയിട്ടിട്ട് 2 കൈ ലോക്ക് ചെയ്ത് ബാക്കിലേക്ക് ലോക്ക് ചെയ്ത്, എന്നിട്ട് കമ്പിപ്പാര വെച്ച് കഴുത്തിൽ വെച്ചിട്ട് മിണ്ടിപ്പോകരുത്, നിങ്ങൾ പൈസ എവിടെ വെച്ചിരിക്കുന്നത് കാണിച്ചു തരിക, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും. എന്നിട്ട് എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് മുറി എവിടെയാണ് കാണിച്ചു തരിക എന്ന് പറഞ്ഞ് മുറിയിലോട്ട് കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഈ ഒരാൾ വടിവെച്ച് ഈ തുടക്കാണ് അടിക്കുന്നത്. തുടക്കം അടിച്ചാണ് എൻ്റെ മുറിയിലിരുത്തി, എൻ്റെ കട്ടിൽ കൊണ്ട് ഇരുത്തി. ആ ഇരുത്തുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെയുള്ള ലീനസ് അച്ഛനെയും വായിൽ കെട്ടി കയ്യിൽ പുറകെ കെട്ടിയിട്ട് എൻ്റെ മുറിയിലോട്ട് കൊണ്ടുവരുന്നു. തുറന്ന സമയത്ത് തന്നെ മറ്റുള്ളവരകത്ത് കയറിയിരുന്ന ഒരു ടീം.
എന്നെ പിടിച്ചുകൊണ്ട് വരുന്ന 3 പേരാണ്. പക്ഷെ അപ്പോഴേക്കും പുറകിലെ ഗ്രില്ല് തകർത്ത് 4 പേര് അകത്ത് കയറിയായിരുന്നു പുറവശത്തെ കൂടി. എന്നിട്ട് അവർ ഓൾറെഡി ഈ സ്ത്രീയെയും ഞങ്ങളുടെ കുക്ക് എന്ന് പറയുന്ന ആ സ്ത്രീയെയും ലീനസ് അച്ഛൻ്റെ മുറിയും തകർത്ത് കയറി അച്ഛനെ ബന്ധനസ്ഥനാക്കിയായിരുന്നു. അപ്പോൾ അച്ഛനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ കാലിൽ നല്ല മുറിവുണ്ടായി, 2 കാലിലും മുറിവുണ്ടായിട്ടുണ്ട്. അച്ഛനെ കൊണ്ടുവന്ന് എൻ്റെ മുറി കൊണ്ടുവന്ന് ഇരുത്തി, ഈ സ്ത്രീയെയും കൊണ്ടുവന്ന് ഇരുത്തി. അപ്പോൾ എനിക്കറിയില്ല എന്തിനാണ് ഞങ്ങൾ 3 പേരും ഒരു മുറി കൊണ്ടുവന്ന് ഇരുത്തിയത്. അതിനുശേഷം ചോദിക്കുകയാണ് എവിടെയാണ് ക്യാഷ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലാകെ കുർബാനയ്ക്ക് കിട്ടിയ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ പോക്കറ്റ് മണി എന്ന് പറഞ്ഞൊരു 3000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പുറത്ത് നിന്ന് ഇങ്ങനെ ATM കാർഡ് വെച്ച് കുറച്ച് പൈസ എടുത്തായിരുന്നു. എല്ലാം കൂടി ഒരു 30,000 രൂപ എൻ്റെ കയ്യിൽ. ആ ക്യാഷൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ ATM കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്തു, ചെക്ക് എടുത്ത് കൊടുത്തു. ചെക്കും വേണ്ട, ATM കാർഡും വേണ്ട, അവർക്ക് ക്യാഷ് മാത്രം മതി. എന്നിട്ട് ഇവർ പറയുക, വേഗം പറയുക ക്യാഷ് എവിടെയാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും, തല്ലിക്കൊല്ലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടും അപ്പോൾ ഇവർ മുമ്പിൽ വെച്ച് വീണ്ടും എൻ്റെ വായ കെട്ടി, കൈ പുറകോട്ട് കെട്ടി, കാലും കെട്ടി കമിഴ്ന്ന് കിടക്കാൻ പറഞ്ഞു. കമിഴ്ന്ന് കിടന്ന് ആദ്യത്തെ അടിയിൽ എൻ്റെ തല മുതൽ കാൽ വരെ വിറച്ചു പോയി, കരഞ്ഞു പോയി. പിന്നെ ഇവരുടെ മുൻപിലിട്ടാണ് എന്നെ അടിക്കുന്നത്. അത് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്ന്. അപ്പോൾ ഞങ്ങൾ സെൻറ്റ് തോമസ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഒരു സാലറിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സ്കൂളിലാണ് പഠിപ്പിക്കണതാണ്. ഞങ്ങൾ ക്യാഷ് അങ്ങനെ വെക്കാറില്ല. പക്ഷേ എങ്കിലും അവർ വീണ്ടും കടത്തിയിട്ടിട്ട് ഒന്നും കൂടി മുറുക്കി കെട്ടി അടിച്ച് 2 അടി അങ്ങനെ അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചിട്ട് ചോദിക്കുകയാണ് എവിടെയാണ് ക്യാഷ് കാണിച്ചു തന്നാൽ നിങ്ങൾ വെറുതെ ഇടാം, ഇല്ലെങ്കിൽ അടിച്ചു കൊല്ലും. അങ്ങനെ അടിച്ച് അവശനാക്കി. അതിനുശേഷം ലീനസ് അച്ഛനെ വീണ്ടും പിടിച്ച് അച്ഛൻ്റെ മുറിയിലോട്ട് കൊണ്ടുപോയിട്ട് പുറത്തുനിന്ന് പൂട്ടി. ഈ സ്ത്രീയെയും സ്ത്രീയുടെ മുറിയിലോട്ട് കൊണ്ടുപോയിട്ട് പുറത്തേക്ക് പൂട്ടി. വീണ്ടും വന്നിട്ട് അവർ പ്ലെയർ വെച്ച് ഈ ഒരു പാടുണ്ട്, പ്ലെയർ വെച്ച് അമർത്തി പിടിച്ചിട്ട് ഈ വിരൽ ഞങ്ങളിപ്പോൾ മുറിച്ച് കളയും, ക്യാഷ് എവിടെയെന്ന് കാണിക്കുകയാണ്. വണ്ടിയിലാണ് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കീ എവിടെയാണ്, അത് നേരത്തെയും ചോദിച്ചായിരുന്നു വണ്ടിയുടെ കീ എവിടെ. ഞാൻ പറഞ്ഞു കീബോർഡിലാണ് ഇടുന്നത്, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. വീണ്ടും ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് പിന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായി, ശരീരം മൊത്തം ഒരു മരവിപ്പായി. അതിന് ശേഷം ഇവർ 2 ചവിട്ടും കൂടി ചവിട്ടി ഈ അടിച്ച ഭാഗത്ത്, തൊടയുടെ ഭാഗത്ത് അടിച്ച ഭാഗത്ത് വീണ്ടും 2 ചവിട്ടി. പക്ഷേ എനിക്കൊരു ഫീലിംഗ് ഇല്ലായിരുന്നു, കാരണം ഓൾറെഡി അവർ ചതച്ച് ഒരു പരുവാക്കിയിരുന്നു. അവിടെ നിന്ന് അവർ പുറത്തുനിന്ന് വാതിൽ പൂട്ടി അവരങ്ങോട്ട് പോയി. ഇപ്പം 4 മണി വരെ പട്ടി കുരക്കുകയായിരുന്നു. 4 മണിയായപ്പോൾ ഏതാണ്ട് 4 മണിയോട് പട്ടി കുര നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ പോയെന്നുള്ളത്. അല്ലെങ്കിൽ പട്ടി കുരച്ചുകൊണ്ടിരിക്കുമല്ലോ. പട്ടിയുടെ കുര നിന്നപ്പോൾ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് അച്ഛനെ നോക്കണം, ആ സ്ത്രീയെ നോക്കണം, എന്തെങ്കിലും പറ്റുമെന്ന് നോക്കണം, രക്ഷപ്പെടണം, അങ്ങനത്തെ ഒരു ചിന്തയായി. എന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല, കമന്ന് കിടക്കണയാണല്ലോ, കൈയും കാലും മുഖം കെട്ടിയിട്ടിരിക്കുകയാണ്. ഞരങ്ങി ഒരു കണക്കിന് മുട്ടുകുത്തി നിന്ന് ആ കൈ വെച്ച് കാലിൽ കെട്ടഴിച്ച്. കൈ വല്ലാതെ കെട്ടിയിരിക്കണമെന്ന് അഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അലമാര ചെന്നിട്ട് അലമാരയുടെ മിററിൽ പുറകിൽ നിന്ന് നോക്കി എങ്ങനെയാണ് അങ്ങനെ കെട്ടിയിരിക്കുന്നത് നോക്കി കഴിഞ്ഞതിന് ശേഷം ഈ കൊതുക് വല ഇടാനായിട്ട് കട്ടിലിൻ്റെ സൈഡിലൊരു ആംഗിളർ ഉണ്ട്, അതിൽ കൈവച്ച് വലിച്ച് ഒരു 1.5 മണിക്കൂറോളം എടുത്ത് ആ കെട്ടഴിക്കാനായിട്ട്. അഴിച്ചതിൻ്റെ പാടുകളാണ് ഈ കാണുന്നത്. ഈ പാടുകളൊക്കെ കെട്ടഴിച്ചപ്പോൾ ഉണ്ടായിരുന്ന പാടുകളാണ്. അതിന് ശേഷം വായിൽ കെട്ടഴിച്ചു. വേഗം ഒരു ജനാല തുറന്ന് ഒരു 200-300 മീറ്റർ അകലെ ജനങ്ങളിങ്ങനെ തൊട്ടടുത്ത് പുഴയുണ്ട്, കുളിക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ രാവിലെ 5:30 ആയി. അപ്പോൾ ആദ്യം വിളിച്ച് ആരും കേട്ടില്ല, ശബ്ദം വരുന്നില്ലായിരുന്നു. ഇടികൊണ്ട് നീരൊക്കെ ഇവിടെ വായ തുറക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ കുറച്ചേരം ശബ്ദിച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ലീനസ് അച്ഛൻ്റെ ശബ്ദം കേട്ടു. ജീവിച്ചിരിപ്പുണ്ടല്ലേ, പ്രൈസ് ദി ലോർഡ്, അതാണ് ലീനസ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അച്ഛൻ പറയാണ്, ഒച്ചനെ വിളിക്ക്, ആളുകൾ വിളിക്ക്, തുറക്കാൻ പറയും. അങ്ങനെ പൂർവാധീന ശക്തിയോടെ വിളിച്ചു. ജനങ്ങൾ കേട്ടു. ഒരു ടോർച്ചും ഉണ്ടായിരുന്നു, ടോർച്ചും അടിച്ച് കൈയും കാണിച്ച് ഒച്ചനെയും വിളിച്ച് ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെ 3-4 പേര് ഓടിക്കൂടി. അവർ വേഗം വാതിലൊക്കെ തുറന്നു തന്നു. ഒരു പൂജാരി ഉണ്ടായിരുന്നു തൊട്ടടുത്ത്, അയാളുടെ ഫോണുണ്ടായിരുന്നു. ആ ഫോൺ വാങ്ങിച്ചിട്ടാണ് ഞങ്ങളുടെ ഡയറക്ടറി എടുത്തിട്ട് വികാരച്ചനെ വിളിക്കുന്നത്. കാരണം ഞങ്ങളുടെ എല്ലാവരും ഫോൺ എടുത്തിട്ട് ഇവർ
ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു, ഞങ്ങൾ വിചാരിച്ച് കൊണ്ടുപോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവർ ഫോണൊക്കെ ഓരോരോ ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ ബാത്റൂമിൽ ലീന സച്ചിൻ്റെ ഫോൺ എൻ്റെ ടോയ്ലറ്റിലായിരുന്നു, കോം ടോയ്ലറ്റിൽ. അതിനകത്തിട്ട് അവർ യൂറിനേറ്റ് ചെയ്തിട്ടാണ് പോയത്, ഫ്ലഷ് ചെയ്തിട്ട്. എടുക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു അവസ്ഥയിൽ. പിന്നെ ഇവർ വിലവെടുപ്പ് എന്ന് പറയാനായിട്ട് കുട്ടികളുടെ കീബോർഡ് 40,000-40,000 രൂപ വരുന്ന കീബോർഡ്, ഒരു പ്രിൻ്റർ, ലാപ്ടോപ്പ് ഒന്നും അവർ കൊണ്ടുപോയില്ല. TV തകർത്തു. അതിൻ്റെ സെറ്റപ്പ് ബോക്സ് അവർ ചിലപ്പോൾ CCTV ക്യാമറ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അതിൻ്റെ സെറ്റപ്പ് ബോക്സായിട്ട് പോയി. പിന്നെ കാറിൻ്റെ കീ അവർ കൊണ്ടുപോയായിരുന്നു. ബാക്കിയുള്ള വണ്ടികളുടെ താക്കോലൊക്കെ കാറിനകത്ത് ഇട്ട് പൂട്ടിയിട്ടാണ് ആ താക്കോൽ കൊണ്ട് പോയത്. പക്ഷേ ആ താക്കോൽ കൊണ്ടുപോയില്ല, അവർ ഹെൽമെറ്റിനടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് 2 ദിവസം ഇന്നലെ കിട്ടിയായിരുന്നത്. എന്നിട്ട് ഒമ്നിയുടെ സ്പെയർ കീ എൻ്റെ മുറിയിലുണ്ടായിരുന്നു. അപ്പോൾ ആ കീ വെച്ചിട്ടാണ് ഞാൻ തൊട്ടടുത്തുള്ള ഈ സ്കൂളിൽ നിരഞ്ജൻ എന്നുള്ള അച്ഛനെ കാണാനായിട്ട് പോകുന്നത്. പക്ഷേ ഓടിക്കണമല്ലോ, താക്കോലെടുത്ത് ഒമ്നി തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നപ്പോഴാണ് ഞാൻ സ്വർഗം കണ്ടത്. കാരണം ആ ഇരുന്ന ഇരിപ്പിൽ ഒരു എന്താ പറയുക, എരിച്ചിലും പോച്ചിലും വല്ലാത്തൊരു വേദനയായിരുന്നു. എങ്കിലും രക്ഷപ്പെടണം എന്നൊരു ചിന്തയിൽ വേഗം തന്നെ നിരഞ്ജൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. ഒറീസ് അച്ഛനാണ്. അച്ഛനെ കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. എന്നിട്ട് എല്ലാ കാര്യം പിന്നെ അവരുടെ സഹായത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അന്ന് വൈകുന്നേരം വരെ ഞങ്ങൾ സ്റ്റേഷനിലായിരുന്നു, ഫസ്റ്റ് എയ്ഡും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഭക്ഷണമൊന്നും കഴിക്കാനായിട്ട് തോന്നുന്നില്ലായിരുന്നു, കാരണം എനിക്കൊരു ഫീലിംഗ് ഇല്ലായിരുന്നു. ഈ അരക്ക് കീഴ്പോട്ടുള്ള മരവിപ്പും മൊത്തം മരവിപ്പൊക്കെ ആയിരുന്നു. ഇതായിരുന്നു ശരിക്കും സംഭവിച്ചത്. എല്ലാ മുറികളും ഉണ്ടായിരുന്ന എല്ലാ മുറികളും അവർ കുത്തി തുറന്നു. ഓരോ ചവിട്ടിനും വാതിൽ തുറക്കപ്പെടുന്ന അത്രമാത്രം ശക്തിയുള്ള വ്യക്തികളായിരുന്നു. ഞാൻ കണ്ടത് 7ഓളം പേരുണ്ടായിരുന്നു. 3 പേര് ഫ്രണ്ടിൽ നിന്ന് വന്ന് അറ്റാക്ക് ചെയ്ത്, 4ഓളം പേര് ഗ്രില്ല് തുറന്ന് പൊളിച്ച് അകത്ത് കയറിയവരിൽ. അതിനകത്ത് ഒരാൾ 6 അടിയോളം പൊക്കമുള്ള നല്ല ഫാറ്റ്, നല്ല ശക്തിയുള്ള ഒരു വ്യക്തി. അയാൾ പെണ്ണിൻ്റെ വേഷത്തിലായിരുന്നു. ഒരു മഞ്ഞ ചുരിദാർ ധരിച്ച എണ്ണാണ് വന്നത്. ഒരാൾ കറുത്ത ചുരിദാർ ഇട്ടിരുന്നു. ബാക്കി എല്ലാവരും കറുത്ത ജീൻസും കറുത്ത ടീഷർട്ടും. കണ്ടാൽ പേടിപ്പിക്കുന്ന വിധത്തിലുള്ള മറച്ചിട്ടായിരുന്നു. മുഖം, മങ്കി ക്യാപ്പും മാസ്കും പിന്നെ ഗ്ലൗസ്, സോക്സ്, ചെരുപ്പും ഷൂസൊന്നും അവർ ധരിച്ചിട്ടില്ലായിരുന്നു. ഇവർ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും തന്നിട്ടില്ല. ആ ഒരു രീതിയിലാണ് അവർ വന്ന് ആക്രമിച്ച് കടന്നു കളഞ്ഞത്. നിലവിൽ പോലീസ് അന്വേഷണത്തെക്കുറിച്ച് എന്തെങ്കിലും? പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞങ്ങൾ 3/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് SIക്ക് വേണ്ടി. SI വന്ന് SIനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് എനിക്കിരിക്കാൻ പറ്റില്ലല്ലോ, അവരിയ്ക്കാൻ പറഞ്ഞു, എനിക്കിരിക്കാൻ പറ്റില്ല. അവർ അങ്ങനെ അടിച്ച് ചാദിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ലീന സച്ചിനാണ് മുറിവുള്ളത് പറഞ്ഞ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് SI പറഞ്ഞു ഓക്കെ നമുക്ക് പോകാം. അവർ വന്ന് എല്ലാം ഒന്ന് കണ്ട് ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തി. അതിന് ശേഷം പോയിട്ട് പറഞ്ഞു നമുക്ക് FIR എഴുതണമെങ്കിൽ റിപ്പോർട്ട് വേണം, മെഡിക്കൽ റിപ്പോർട്ട് വേണം. അതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയിട്ട് നിങ്ങൾ റിപ്പോർട്ടായിട്ട് വരാൻ പറഞ്ഞു. ചെന്ന് ഈ ഷോൾഡറിൻ്റെ എക്സ്റേ എടുത്തു, അച്ഛൻ്റെ കാലിൻ്റെയൊക്കെ എക്സ്റേ എടുത്തു. ഞങ്ങൾക്ക് ഈ പെയിൻ കില്ലർ ഇഞ്ചക്ഷനൊക്കെ തന്നു. അതിനുശേഷം അവിടെ പോയിരുന്നു ഞങ്ങളുടെ ഈ തൊട്ടടുത്തുള്ള കത്തോലിക്ക സമൂഹത്തിൻ്റെ വക്കീലൊക്കെ വന്ന് നിരഞ്ജൻ വിളിച്ച് വരുത്തിയതാണ് അവരെല്ലാവരും വന്നു. ഞങ്ങൾ തൊട്ടടുത്ത കമ്മ്യൂണിറ്റിയിലെ അച്ഛന്മാരൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടായിട്ട് എഴുതി FIR ആക്കി കൊടുത്തു. എന്നിട്ട് DSP, SP, പിന്നെ XMLA, BJDയുടെ MLA എല്ലാവരും വന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേക ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് സന്തോഷമായിരുന്നു. അന്ന് രാത്രി ഒരു 11 വീണ്ടും ഈ പോലീസുകാർ വീണ്ടും വന്ന് ചോദിക്കും, സെയിം തിങ് റിപ്പീറ്റിങ്. ഒരു 5-8 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങൾ. എന്നിട്ട് അവരെല്ലാം എഴുതി കൊണ്ടുപോകും. വീണ്ടും പിറ്റേ ദിവസം വേറൊരു പോലീസ് വന്ന് അവരും ഇങ്ങനെ എഴുതിയെടുത്ത്. അപ്പോൾ അവർക്കറിയേണ്ടത് ഞാൻ പറയുന്നത് സെയിം തന്നെയാണെന്ന് അറിയണം, ചെക്ക് ചെയ്യാനാണെന്നുള്ള എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവർ ചോദിച്ചിങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആകെ 2 കാര്യങ്ങൾ. ഒന്ന്, പൈസ എവിടെ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ നേരത്ത് നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നതല്ലേ, നിങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് തന്നെ പോയിക്കൊള്ളുക. ഇത്രയും കാര്യങ്ങളാണ് ആകെ പറഞ്ഞത്. ബാക്കിയൊക്കെ തല്ലിച്ചതക്കുകയായിരുന്നു. വളരെ ഇതുവരെ അവരെയും പിടിക്കാനും പറ്റിയിട്ടില്ല പോലീസിന്. ഈ രൂപതയിൽ, സാമ്പൽപൂർ രൂപതയിൽ ഇത് 6ാമത്തെ സംഭവമാണ്. ഞങ്ങളുടെ ബിഷപ്പ് സ്വാമിയൊക്കെ വന്നായിരുന്നു, ബിഷപ്പ് നിരഞ്ജൻ സുഹാൽ സിംഗ്. കൂടാതെ അവർ സെക്രട്ടറി അച്ഛന്മാരൊക്കെ വന്നായിരുന്നു. തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ കള്ളന്മാർ കയറി അച്ഛനെ മരത്തിൽ കെട്ടിയിട്ടിട്ട് പൈസയൊക്കെ ലൂട്ട് ചെയ്തായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ 2-3 വർഷം മുമ്പ് ഇതേപോലെ ആവർത്തിച്ചിട്ടുണ്ട്. മൊത്തം 6 സംഭവങ്ങൾ ഇതോടെ
ഈ രൂപതയിൽ ഉണ്ടായിട്ടുണ്ട്. കേസ് കൊടുക്കുന്നു, ധർണ നടത്തുന്നു, റാലി നടത്തുന്നു. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഡയലോഗ് മാത്രമാണ് കേൾക്കുന്നത്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത്രമാത്രം അവർ ഇത്രമാത്രം അച്ഛനെ മർദ്ദിക്കുമ്പോൾ, 90 വയസ്സുള്ള അച്ഛനെ പോലും അത്ര രീതിയിൽ മർദ്ദിക്കുമ്പോൾ, മോഷ്ടാക്കൾ തന്നെ അല്ലെങ്കിൽ കവർച്ച നടത്തുക എന്നത് തന്നെയായിരിക്കും ലക്ഷ്യം. അല്ലെങ്കിൽ സഭ നടത്തുന്ന ഇതുപോലുള്ള മിഷൻ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചില വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകളൊക്കെ ഉണ്ടല്ലോ. അപ്പം അത്തരത്തിൽ ലക്ഷ്യങ്ങളുണ്ടാവും അവർക്ക്. എനിക്കങ്ങനെ ഈ ആക്രമണത്തിൽ എനിക്കങ്ങനെ തോന്നിയില്ലെങ്കിലും അവസാനം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, നിങ്ങൾ തിരിച്ചു പോവുക, കേരളത്തിലേക്ക് തിരിച്ചു പോവുക എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള കേരളത്തിൽ നിന്ന് വരുന്ന മിക്ക അച്ഛന്മാരും അത്ര തീവ്രമായിട്ടാണ് മിഷൻ പ്രവർത്തനം നടത്തുന്നത്. എഡ്യൂക്കേഷൻ വൈസ് അല്ലെങ്കിൽ സ്കൂളുകളൊക്കെ ഒട്ടുമിക്ക സ്കൂളുകളും സൗത്തിൽ നിന്ന് വന്നിരിക്കുന്ന അച്ഛന്മാർ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്നതാണ്. അപ്പോൾ അവരുടെ കഴിവുകളോടുകൂടി തന്നെയാണ് അവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് വരുന്നത്. അങ്ങനെ ഡെവലപ്മെൻറ്റ്സ് വരാൻ നേരത്ത് ജനങ്ങൾക്ക് അവർക്ക് ഉദ്ബോധനം വരുന്നു, അറിവ് വരുന്നു. അതുകൊണ്ട് അവർ തെറ്റായ രീതിയിൽ നിന്ന് നല്ല രീതിയിലോട്ട് വരുന്നു, ഗുണ്ടകളില്ലാതെ വരുന്നു. ചിലപ്പോൾ ഇവർക്ക് ഈ സാധാരണക്കാരിൽ നിന്ന് നേടാനായിട്ട് എഡ്യൂക്കേഷൻ പാടില്ല എന്നൊരു ചിന്തയുണ്ടാവും. ഇവരെപ്പോഴും കൃഷിയായിട്ട് കഴിഞ്ഞു പോകുന്നവരാണ്. കൃഷിയും പിന്നെ ഈ പാർട്ടി ഒച്ചനെ വിളിച്ച് നടക്കുന്ന സ്വഭാവം അത് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളമടിയും പുകവലിയും കഞ്ചാവും കാര്യങ്ങളാണ്. നമ്മളിങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണ് അവർ തെറ്റ് മനസ്സിലാക്കി തിരിച്ച് നല്ല രീതിയിലോട്ട് വരുന്നത്. ചിലപ്പോൾ അവർക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന എഡ്യൂക്കേഷനും നമ്മൾ കൊടുക്കുന്ന ഒരു എന്താ പറയുക നന്മയിലേക്കുള്ള സമാധാനത്തിലേക്കുള്ള പാതയൊക്കെ അവർക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല. പിതാവ് എന്തെങ്കിലും പറഞ്ഞോ അവിടുത്തെ രൂപതാമെത്രാൻ പറഞ്ഞ് ഇത് തന്നെയാണ്. ഞങ്ങൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. പിതാവ് പോയി കണ്ടായിരുന്നു, ഈ MLA പോയി കണ്ടായിരുന്നു. പിന്നെ DSPനെ അവർ മീറ്റിംഗ് വെച്ചായിരുന്നു, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. 2 ദിവസത്തോളം ഈ പെട്രോളിംഗ് ആയിരുന്നു. 3-4 ജീപ്പിൽ പോലീസുകാർ വന്നിട്ട്. അതിപ്പോൾ നിന്നിപ്പം ഇന്നലെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ തദേവൂസ് എന്നുള്ള അച്ഛനും തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റിയിലെ അച്ഛന്മാരും കൂടെ കളക്ട്രേറ്റിൽ പോയിട്ട് വീണ്ടും പരാതി കൊടുത്തിട്ടുണ്ട്, ഒരു ആക്ഷൻ നടക്കാത്തത് കൊണ്ട്. അപ്പോൾ അവർ ഹൗസിന് എന്തെങ്കിലും പ്രൊട്ടക്ഷൻ എന്തെങ്കിലും പോലീസ് നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ അവർ പറഞ്ഞത് CCTV ക്യാമറ ഫിക്സ് ചെയ്യാം. ഞങ്ങൾക്ക് CCTV ക്യാമറ ഇല്ലായിരുന്നു. കാരണം നമ്മൾ സാധാരണ രീതിയിൽ ജീവിക്കണോണ്ട് പൈസ ഒന്നും ഇല്ലാണ്ട് അത് ജീവിക്കുന്നവരാണ്. സെമിനാരിയാണ്, കുട്ടികളെ വൈദിക പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെമിനാരിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ സ്കൂളിൽ CCTV ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് CCTV ക്യാമറ വെക്കുക, പിന്നെ വാതിലുകളൊക്കെ ഒന്ന് ഉറപ്പാക്കി വെക്കുക. പിന്നെ ആളുകളുടെ സാന്നിധ്യം, ഒരു 10-ൽ കൂടുതലുള്ള ആളുകളുടെ സാന്നിധ്യമൊക്കെ എപ്പോഴും നിലനിർത്തുക എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇനി മുതൽ സെമിനാരിയിൽ ഇപ്പോൾ വെക്കേഷൻ എന്നുള്ളത് ചിലപ്പോൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയായിരിക്കും. അപ്പോൾ കൂടുതൽ പിള്ളേരുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. എത്ര വർഷമായി ഇപ്പോൾ മിഷൻ പ്രവർത്തനത്തിൽ? ഞാനിപ്പോൾ 2011 മുതൽ അവിടെ മിഷൻ പ്രവർത്തനം ചെയ്യുന്നതാണ്. ഒറീസയിൽ 3-4 രൂപതകളിലായിട്ട് ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 15ാമത്തെ വർഷമാണ് ഞാനിത്. അപ്പോൾ ഈ ഒരു വർഷം കൂടെ അവിടെ നിന്ന് സേവനമൊക്കെ ചെയ്ത് വരാനുള്ള താല്പര്യത്തോടെയൊക്കെ നിൽക്കുകയായിരുന്നു. പൂർത്തീകരിച്ചു. മുമ്പ് നമുക്ക് എന്തെങ്കിലും ഭീഷണി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്ഥാപനത്തിനെതിരെ വന്നിട്ടുണ്ടോ? നമ്മുടെ സ്ഥാപനത്തിലേക്ക് അങ്ങനെയായിട്ട് വന്നിട്ടില്ല. പക്ഷേ തൊട്ടടുത്ത സ്കൂൾ കമ്മ്യൂണിറ്റികളിൽ സിസ്റ്റേഴ്സൊക്കെ നടത്തുന്ന, അച്ഛന്മാരൊക്കെ നടത്തുന്ന കമ്മ്യൂണിറ്റികളിൽ, സ്കൂളുകളിൽ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ ഈ BJPക്കാർ, RSSകാരൊക്കെ അതെല്ലാം പെരുപ്പിച്ചിട്ട് ഈ ആക്രമാസക്തരായിട്ട് പലപ്പോഴും ഒരു സിസ്റ്ററിനെ വരെ ജയിലിൽ കുറേ നാൾ കിടത്തിയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു മിഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്, കർത്താവിന് വേണ്ടി സഹിക്കുക എന്നുള്ള രീതിയിൽ. ഭയമുണ്ടോ അച്ഛനെ തിരിച്ചു പോകാൻ? എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, രാത്രിയിൽ ഇപ്പോൾ 1 മണിയായാലും 2 മണിയായാലും ഞാൻ പുറത്തിറങ്ങി കാര്യങ്ങളൊക്കെ നോക്കും. മറ്റുള്ളവരുടെ പ്രൊട്ടക്ഷനാണ് ഒരു ആശ്രമശ്രേഷ്ഠനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ എല്ലാ അംഗങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു ചിന്തയിലാണ് ഞാൻ അന്നും പുറത്തിറങ്ങിയത്, നോക്കിയതൊക്കെ. എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. കാരണം ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നു, ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലേ. ഒളിച്ചോടാനൊന്നും പറ്റുകയില്ലല്ലോ. ധീരതയോടെ മുന്നോട്ട് പോവുക. അത് തന്നെ. ഇപ്പോൾ എത്ര ദിവസം വെച്ചാൽ ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത്? അവർ പറയും 2 മാസത്തോളം. എൻ്റെ ശരീരത്തിൻ്റെ ഇത് കണ്ടിട്ട് 2 മാസത്തോളം ചികിത്സ വേണമെന്നാണ് പറഞ്ഞത്. ഇനി ആയുർവേദ ചികിത്സ വേണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഞാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇരിക്കാനും കിടക്കാനും മാത്രമാണ് ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഒരുവിധം ചരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കമന്നാണ് കിടന്നിരുന്നത്. പിന്നെ ഇരിക്കുമ്പോൾ
അവിടെ വെച്ച് മരവിപ്പായിരുന്നു. ആ സമയത്ത് ഞാൻ പില്ലോയും കുഷ്യനും വെച്ച് ഇരുന്നു. പക്ഷേ എന്നാലും എനിക്കൊരു ഫീലിംഗ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സെൻസേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനും വയ്യാണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മെഡിക്കേഷൻ കൊണ്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലോകം മുഴുവനും അല്ലെങ്കിൽ ഭാരതത്തിൻ്റെയൊക്കെ എല്ലാ മേഖലയിലും മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് വൈദികരും സിസ്റ്റേഴ്സൊക്കെ നമ്മുടെയൊക്കെ സഹോദരന്മാരൊക്കെ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള വേദനകൾ നമ്മൾ പലപ്പോഴും ന്യൂസിലൊക്കെ കേൾക്കുമ്പോൾ ഇത്രമാത്രം അടുത്തറിയില്ല, അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു ആ രീതിയിലൊക്കെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ അതൊക്കെ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു സമൂഹമാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ മക്കൾ ഇത് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ മിഷൻ പ്രവർത്തനങ്ങൾ, അവിടെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന അതായത് ജീവൻ പോലും മുന്നിൽ വെച്ചുകൊണ്ട് ആ ജീവന് പോലും അതായത് അത്രമാത്രം ഭീഷണി നേരിടുന്നുണ്ട്. അപ്പോൾ ജീവൻ ത്യജിച്ചാണ് അവർ മിഷൻ പ്രവർത്തനം ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ ഒരു കാര്യം, അച്ഛനെ ലീനസ് അച്ഛനെ വായയിലും തുണി കെട്ടി കൈ പുറകിൽ കെട്ടി എൻ്റെ മുറിയിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാനതെപ്പോഴും അച്ഛനോടും പറയുകയുണ്ടായി. അച്ഛനൊരു തോർത്ത് മാത്രമാണ് എടുത്തിരുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ട് രാത്രിയിലും അവിടെ ചൂടാണ്, ഈ കാലാവസ്ഥ ചൂടായതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒറ്റ വസ്ത്രം ധരിച്ചാണ് കിടക്കുന്നത്. ഞാനന്ന് മുണ്ടും ഒരു ബനിയനായിട്ടിരുന്നത്. ബനിയനിട്ടത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി മാത്രമായിട്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു മുണ്ടും എടുത്താണ് ഞാനത് കഴിഞ്ഞിരുന്നത്. അച്ഛനെ കർത്താവിനെ ചമ്മട്ടിയടിക്കാനായിട്ട് തൂണിൽ കെട്ടിയിട്ടടിച്ച ഒരു സീനായിരുന്നു. അച്ഛനെ കെട്ടിക്കൊണ്ടുവന്ന് എൻ്റെ മുറിയിലോട്ട് കൊണ്ടുവന്നപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു. അത് കണ്ടിട്ടാണ് ഞാൻ ആദ്യം കരഞ്ഞത്. എന്നെ ഇടിച്ചതൊന്നും ഞാനൊന്നും ഓർക്കണമെന്നില്ല ആ സമയത്ത്. ഈ ഒരു ചെറിയൊരു പാട് പോലും, ഇരുമ്പിനടിയേണ്ട ചെറിയ പാട് പോലും ആ വേദന ഒന്നും എനിക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അച്ഛനെ കൊണ്ടുവന്ന് എൻ്റെ മുറിയിലിരുത്തി അടിക്കാൻ പോയപ്പോഴും പിന്നെ എന്നെ കമഴ്ത്തിയിട്ട് അടിക്കാൻ നേരത്ത് ഇവരുടെ കാര്യം ഓർത്തിട്ടായിരുന്നു എൻ്റെ മനസ്സ് വളരെ വേദനിച്ചത്. അപ്പോൾ മിഷണറിമാർ ഒത്തിരി പേരിങ്ങനെ ത്യാഗം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കാണേണ്ടതാണ്. ദിവസവും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇതിൻ്റെ പിന്നിൽ കവർച്ചാ സംഘമാണോ അതോ ചില സംഘടനകൾ എന്തൊക്കെയാണോ, ഇത് ക്രൈസ്തവ മിഷൻ പ്രവർത്തനങ്ങൾക്കെതിരെ നിൽക്കുന്ന സംഘടനകൾ എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല. എങ്കിൽ കൂടിയും ഇതുപോലെ ജീവൻ പണയം വെച്ചും മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് വൈദികരും സിസ്റ്റേഴ്സും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഒക്കെ ഈ ഒരു മിഷൻ മേഖലയിലൊക്കെ ഉണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ഇത്രമാത്രം ഭീഷണികൾ ഒന്നും തന്നെയില്ല. പക്ഷേ ജീവൻ പണയം വെച്ചാണ് ഇവരെല്ലാവരും അവിടെ നിൽക്കുന്നത്. പക്ഷേ അത് ക്രിസ്തുവിനുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോഴും അച്ഛനും 90 വയസ്സുള്ള ലീനസ് അച്ഛനും പറഞ്ഞത് അച്ഛൻ 7-ാം തീയതിക്ക് ഞാൻ തിരിച്ചവിടെ പോകുമെന്നാണ്. ഇപ്പോൾ ഇത്രമാത്രം ഒരു ഭയാനകമായ ഒരു ദിവസം മുന്നിൽ കണ്ടിട്ട് പോലും ഇവർ തിരിച്ച് അവിടെ പോകാൻ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് ആ ഒരു മിഷൻ തീക്ഷ്ണത. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാവിധ ആശംസകളും.